യുക്താഹാര വിഹാരസ്യ. ശരിയായ ഭക്ഷണവും ശരിയായ ജീവിതശൈലിയും ആയുസ് ദീർഘമാക്കും. കർക്കിടകത്തിൽ കൂമ്പില്ല എന്നാണ് പഴമക്കാർ പറയാറ്. എന്നാൽ മംഗളത്തിൻ്റെ തൊടിയിൽ വെള്ളക്കാന്താരികളും പറയപ്പെട്ട പന്തിരുകുലത്തിലെ പാക്കനാരുടെ കഥയിലെ കോവക്കയും കായ്ച്ചു കിടക്കുന്നു. ഉച്ചക്കലേക്കുള്ള ഊണ് തയ്യാറാക്കാൻ ഇത് തന്നെ ധാരാളം. കോവക്ക കൊണ്ടൊരു ചാറുകറി, പുഴയിലെ ചേറോൻ എന്ന് വിളിപ്പേരുള്ള രുചിമുകുളങ്ങളെ ത്രസിപ്പിക്കുന്ന മത്സ്യത്തിൽ കാന്താരി കൊണ്ട് മറ്റൊരു പ്രയോഗം. മറ്റു മത്സ്യങ്ങളെ അപേക്ഷിച്ച് ഈ മത്സ്യങ്ങൾ ജീവനുള്ള ഇരകളെ മാത്രമാണ് ആഹാരമാക്കാറ്. നീലശംഖുപുഷ്പത്തിൻ്റെ ചാറിൽ പാചകം ചെയ്ത മംഗളത്തിൻ്റെ തനിനാടൻ മട്ടക്കുത്തരിയുടെ ചോറ്. ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും ഏറെ വിലപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ശംഖുപുഷ്പം. നീലനിറമുള്ള ഈ പൂവിന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നതുമായ നിരവധി ഗുണങ്ങളുണ്ട്. നീലച്ചോറോട് ചേർത്ത് കോവക്കയും സവാളയും തക്കാളിയും ചേർത്ത് തേങ്ങാപ്പാൽ ചേർത്ത ഒരു ചാറുകറി, കാന്താരി പ്രയോഗം നടത്തിയ പുഴമീൻ, മംഗളത്തിൻ്റെ സ്വന്തം മാങ്ങ അച്ചാറും മംഗളത്തിൻ്റെ തോട്ടത്തിൽ വിളഞ്ഞ പാവക്ക കൊണ്ടൊരു കൊണ്ടാട്ടവും, കനലിൽ ചുട്ട പപ്പടവും. ആഹാ, ഉച്ചക്കലേക്കുള്ള മംഗളമായ ഊണ് തയ്യാറായല്ലോ.